ഐഫോൺ ആണെങ്കിലോ? ഐഫോൺ എത്ര? ഐഫോൺ ഇപ്പൊ ഇതൊക്കെ വന്നിട്ട് 3500 രൂപ. കുറച്ച് ബാർഗിൻ ചെയ്യണമെങ്കിൽ ഒരു 3 രൂപ കൊടുക്കൂലേ? 64 ഇൻഫിനിക്സ് ഉണ്ട്. ഇതെന്തുവരെ വരുന്നു? 3500 ആ റേറ്റിനൊക്കെ നമ്മള് ലാഭ കച്ചവടം. ഒരു 2000 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസിലുള്ള സ്മാർട്ട് ഫോൺ ആണ് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത്. ഈ പോക്കോ വേറൊരു കാര്യം അറിയാമോ? ഈ സാധനം കിട്ടാനില്ല. ഈ അവസ്ഥയില് പോക്കോടെ അത്യാവശ്യം ഒരു ഗെയിമിംഗ് ഫോൺ സ്റ്റാർട്ടിംഗ് ആൾക്കാർ വന്നിട്ട് തീരെ കുറഞ്ഞ ഫോണുകളൊന്നും ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കൂടിയ റാം കൂടിയ സ്റ്റോറേജ് കൂടിയ സെറ്റുകളാണ് ഞാൻ പിന്നെ അവരെ ആ റേറ്റിന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത്രയും ദൂരത്ത് നമ്മളെ വിശ്വസിച്ച് വരുന്നവർക്ക് 2 ടാബ് ഉണ്ട്, 2 വേണമെങ്കിൽ 2 ന്യൂ ഇയർ ഓഫർ അതെന്താണ് കൊറിയയോ അങ്ങനത്തെ റീപ്പബിൾ അങ്ങനത്തെ ഒന്നുമല്ല. ഒറിജിനൽ പീസ് ആണ്. ഡിസ്പ്ലേ അങ്ങനെ 1200 രൂപയ്ക്ക്. ഇതാണ് ഭീമാപള്ളിയുടെ സെക്കൻഡ് ഗേറ്റ്. നമുക്കിതിന്റെ ഓപ്പോസിറ്റ് ഉള്ള HDK നമ്മളെ ഷോപ്പിൽ പോകണ്ടേ? ഒരുപാടൊന്നും പോകണ്ട. ഇവിടെ നിന്ന് അല്പം നടന്നു കഴിഞ്ഞാൽ ഗേറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ട്രാൻസ്ഫോമർ കാണും. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ലുലു മുടുക്ക് കാണും. അതിന്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് HDK ബോർഡ് റോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. നമുക്ക് നേരെ അവിടെ നിന്നത് കളക്ഷനൊക്കെ നോക്കാം. ഒരുപാട് സ്മാർട്ട് ഫോൺ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരാനായിട്ട് ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് മോഡൽ, വില എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ? നമുക്കപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം ഏതൊക്കെയാണ് മോഡലെന്ന്. എല്ലാം കുറഞ്ഞ റേറ്റിലുള്ള സ്മാർട്ട് ഫോണാണ്. അപ്പോൾ വലിയ രീതിയിലൊന്നും നിങ്ങൾ ചിന്തിച്ച വയലിൽ ഒരു 2000 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസിലുള്ള സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുമായിട്ടുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ബന്ധം നഷ്ടപ്പെടും. ഐഫോൺ വരെ ഇന്നിവിടെ സ്റ്റോക്ക് ഉണ്ട്. ഗൈസ്, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ഇന്ന് ഒരുപാട് സ്മാർട്ട് ഫോൺ നമ്മുടെ ഷോപ്പിൽ HDK ഷോപ്പിലുണ്ട്. ഗൈസ് പറഞ്ഞ സാധനം പറയാം. എന്ന് ഏതൊക്കെയാണ് ഫോണുള്ളത്? കുറച്ച് ദിവസം ആയില്ലേ നമ്മൾ വീഡിയോ ചെയ്ത്. അപ്പൊ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല. ആൾക്കാർ വിളിച്ചിരുന്നു കുറെ നാളായല്ലോ വീഡിയോ ചെയ്തിട്ട്, എന്ത് പറ്റി? ഞാൻ പറഞ്ഞ സ്റ്റോക്കുകളൊന്നും കിട്ടാനില്ല. എങ്ങനെ വില കുറച്ച് ഫോണുണ്ട്, ഒരുപാട് ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ, ഐഫോൺ എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ ഇതൊക്കെ എടുത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പറ്റത്തില്ല. ആ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പൊ. കുറച്ച് സ്മാർട്ട് ഫോൺ നമ്മളെ ഉറൂസാണ് ഇവിടെ. ഉറൂസായിട്ട് പോലും നിങ്ങൾക്ക് നല്ല നല്ല സ്മാർട്ട് ഫോണിൽ എത്തിക്കാൻ പറ്റില്ല. പക്ഷെ വിളിക്കുന്നവർക്കെല്ലാം നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ബാർഗിൻ ചെയ്യുന്നവർക്കെല്ലാം കുറഞ്ഞ റേറ്റിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് തരാനായിട്ട് ഒരുപാട് സ്മാർട്ട് ഫോണൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരുപാട് സ്മാർട്ട് ഫോണുകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ആവശ്യമുള്ള സ്മാർട്ട് ഫോൺ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ നല്ല സ്റ്റോറേജ് റാം ഉള്ള പോക്കോ F1 ഉണ്ട്. നമുക്ക് ഇതൊക്കെ കാണാം അല്ലെ? എന്താണ് ഇന്നത്തെ സ്മാർട്ട് ഫോൺ ഓഫർ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ കുറെ ഫോണുകൾ നമ്മുടെ ഷോപ്പിൽ തന്നെ കുറച്ചുണ്ടായിരുന്നു. ഒരുപാട് ചോദിക്കുന്നു. ടാബ് സത്യം പറഞ്ഞാൽ ഞാനിത് നേരത്തെ ചെയ്ത് 1700 ഒക്കെ പറഞ്ഞാണ്. ഇപ്പൊ സ്പെഷ്യൽ ഓഫർ എല്ലാം കൂടി സ്പെഷ്യൽ ഓഫർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ടാബൊക്കെ ആവശ്യമുള്ളവർക്ക് ഇതൊക്കെ നമുക്ക് ഒരു 1200 രൂപയ്ക്ക് നമുക്ക് കണ്ടീഷനാണ്. ഇത് വർക്കാവാത്ത പീസ് ഒന്നും അല്ല, എല്ലാം കണ്ടീഷൻ പീസുകളാണ്. 1200 രൂപയ്ക്ക് ആരാണെന്ന് വിളിച്ചാൽ മതി, സ്പോട്ട് ഈ സാധനം കൊടുക്കുന്നതായിരിക്കും. പിന്നെ സ്മാർട്ട് ഫോൺ ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്? സ്മാർട്ട് ഫോണുകൾ സ്റ്റാർട്ടിംഗ് ഇപ്പൊ നിലവിലുള്ളത് 2000 മുതലാണ്. 2000 രൂപയാണ്. 1000 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ആരും വിളിച്ചാൽ 2000 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ നിലവിലുണ്ട്. ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അല്പം അവർ ആരെങ്കിലും വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിലവിൽ കാണത്തില്ല. ഇന്ന് ഐഫോൺ ആണെങ്കിലോ? ഐഫോൺ എത്ര? ഐഫോൺ ഇപ്പൊ ഇതൊക്കെ വന്നിട്ട് 3500 രൂപ. കുറച്ച് ബാർഗിൻ ചെയ്യണമെങ്കിൽ 3 രൂപ കൊടുക്കൂലേ? 120 സ്റ്റോറേജ് ഉള്ള ഐഫോണേ ഇല്ല, സാധനം ഇല്ല. ഇവിടെ നമ്മൾ വീഡിയോ ഇവിടെ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ ആരെങ്കിലും ഒരാൾ വിളിച്ച് സാധനങ്ങൾ ഒരുപാട് ആൾക്കാർ ആവശ്യം. ഐഫോൺ 500 കൊള്ളാം കേട്ടോ സാധനം. ഐഫോൺ 6 ആണ് കേട്ടോ മോഡൽ. 128 സ്റ്റോറേജ് ഉണ്ട് ഇതില്. കൊള്ളാം. 3500 കൊള്ളാം. ബാർഗിൻ ചെയ്യുകയാണെങ്കിൽ ബാർഗിൻ ചെയ്ത് നോക്ക്. 10-200 കുറച്ച് തരാതിരിക്കൂല. തയ്യാറായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാത്തിനും ചെയ്ത് കളയരുത്. കാരണം ഇത് വീഡിയോയിൽ നമ്മൾ മാക്സിമം വില കുറച്ചിട്ടാണ് നമ്മൾ. ഇൻഫിനിക്സിന്റെ ഏറ്റവും കുറഞ്ഞ 4GB റാമിൽ 64 ഇൻഫിനിക്സ് ഉണ്ട്. ഇതെന്ത് വില വരുന്നു? 3500 കൊള്ളാം കേട്ടോ. 4GB റാമിൽ 64 3500 എന്തായാലും കൊള്ളാം, പൊളി. അത് കൊള്ളാം. പിന്നെ നോട്ട് 7 ഇരിപ്പുണ്ട്. ഇതൊക്കെ 4-3-500 ആ റേറ്റിനൊക്കെ നമ്മള് ലാഭ കച്ചവടമാണ് ഇന്നിവിടെ. അതിൽ നമുക്കല്ല, നിങ്ങൾക്കാണ് ലാഭം. 400-500 ആ റേറ്റിനൊക്കെ കൊടുക്കുന്ന സെറ്റ് മാക്സിമം 300 ആ റേറ്റ്. പോക്കോ F1 എങ്ങനെയാണ് വില വരുന്നത്? ഏതാണ്? പോക്കോ 4 നീറ്റ് പീസ് 4 രൂപയ്ക്ക് ഈ പോക്കോ വേറൊരു കാര്യം അറിയാമോ? ഈ സാധനം കിട്ടാനില്ല.
ഈ അവസ്ഥയില് പോക്കോടെ അത്യാവശ്യം ഒരു ഗെയിമിംഗ് ഫോൺ സ്റ്റാർട്ടിങ് ഇതിലൊക്കെ വരുമ്പോ ഈ ഒരു അടിപൊളി ഫോണാണ് കേട്ടോ. പോക്കോ എപ്പോഴും ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഈ സെറ്റിനെ കുറിച്ച്. ഇതിപ്പോ ഈ ഒരു സെറ്റ് ഓപ്പോ A5s എന്തല്ലോ വരുന്നത്. ഇതൊക്കെ ആൾക്ക് ചോദിക്കുന്ന പഴയ മോഡല് ചോദിക്കുന്ന മോഡലാണ്. ഇതൊക്കെ 3 രൂപയ്ക്ക് കൊള്ളാം കേട്ടോ. ഇത് വന്നിട്ട് എത്ര 3GB റാമിൽ 3GB റാമിൽ 32GB സ്റ്റോറേജ്. 3 രൂപയ്ക്ക് ഇതും കൊള്ളാം. പിന്നെ അത്യാവശ്യം വേറെ കണ്ടീഷൻ സെറ്റുകൾ 8GB റാമില് ഓപ്പോയുടെ സെറ്റ് ആണ്. ഇതിന്റെ വില ഇത് 5Gയുടെ ഓപ്പോ സെറ്റ് ആണ്. ഇത് വന്നിട്ട് 7 രൂപ. 7,000 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ അടുത്ത് നിലവിലുള്ള സെറ്റ് പറയണത് എന്ന് പറഞ്ഞിട്ട് ഇത് പോയതിനു ശേഷം 7,000 രൂപയ്ക്ക് 5G എല്ലാം എനിക്ക് വേണം. നടക്കൂല. ഒരു ഫോണേ ഉള്ളൂ 7,000 രൂപയ്ക്ക്. നമ്മുടെ ഷോപ്പിലുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇത് നമ്മുടെ ഷോപ്പിൽ നമ്മൾ നേരിട്ട് എടുക്കുന്ന റേറ്റുകളാണ് ഇത്. ഹോൾസെയിൽ ഷോപ്പിലാകുമ്പോൾ ചിലപ്പോൾ ഈ ഓപ്പോ തന്നെ ചിലപ്പോ ഒരു 10-11 ആ റേറ്റ് ഒക്കെ വരും. ഇത് F19 Pro ഓക്കെ. F19 Pro ഒറ്റ പീസേ ഉള്ളൂ. ഡിസ്പ്ലേ മാറ്റിയ പീസാണോ അതുകൊണ്ടാണോ വില കുറച്ചെന്ന് ചോദിച്ചാൽ അല്ല. ഡിസ്പ്ലേ ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ. പിന്നെ കുറച്ച് ബാക്ക് പൊളിച്ചിട്ടുണ്ടോ? പൊളിച്ചിട്ടുണ്ട്. ചെറിയ ബാക്ക് സർവീസ് ഒക്കെ ചെയ്ത സെറ്റാണ്. എന്നാലും കുഴപ്പമില്ല. 5G സ്മാർട്ട് ഫോൺ 7,000 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോൺ. ഓക്കെ. പിന്നെ ഇതേതാണ്? ഇത് 5G ആണോ? സാംസങ് 4G സാംസങ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ചാർജർ ബോക്സ് എല്ലാം ഉള്ള പീസാണ് ഇത്. എങ്ങനെയാണ് വില? ഇത് നമുക്കൊരു 4,500 കൊടുക്കാം. 4,500 കിഡിലൻ ഓഫറാണ്. 4GB റാം 64 കിഡിലൻ ഓഫറാണ്. 6,000 രൂപയോ എങ്ങനെ പോയാലും റീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ 6,000 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇതാണ്ട് 4,500 രൂപ അല്ലെ? 4,500 രൂപ. വിവോ ഇതെങ്ങനെ വില പറ? വിവോ നമുക്ക് ഏത് വിലക്ക് കൊടുക്കാം? നിങ്ങൾ ഇത് മാക്സിമം ഗ്ലാസ് പൊട്ടലുണ്ട്. ഗ്ലാസ് ചെറിയൊരു പൊട്ടലുണ്ട്. എത്ര വില? എങ്ങനെ പറ? 5,500 വിവോ 4G ആണ് കേട്ടാ. പിന്നെ ഒരുപാട് ഇൻഫിനിക്സ്, പോക്കോ, K20 Pro ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് വിളിച്ചിട്ടുള്ള ഫോണാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി പക്ക ക്യാമറ ക്വാളിറ്റിയാണ്. യൂട്യൂബ് വീഡിയോ ചെയ്യാനൊക്കെ റയർ സാധനമാണ് ഇതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ വില എത്രയാണ് പറ? ഇത് നമുക്ക് ഈ കണ്ടീഷനിൽ 4,500. ഈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഏതാണ് കണ്ടീഷൻ? കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈഡൊക്കെ അപ്പൊ ഇതാണ് കണ്ടീഷൻ. ഇതിന്റെ സൈഡിൽ സ്ക്രാച്ച്, ബോഡിയിൽ പെയിന്റുകളൊക്കെ കുറച്ച് പോയിട്ട് ഒരു ഡോട്ട് ഇതാ ഇവിടെ കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്. ഈ കണ്ടീഷൻ എന്ന് ഉദ്ദേശിച്ചത് അതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര എമൗണ്ട് എത്ര പറഞ്ഞ്? 4,500 രൂപയ്ക്ക് എന്ത് നോക്കിയാലും ഇത് എത്ര 6GB റാമിൽ 128ന്റെ ഈ പോക്കോ K20 Pro എമ്മയുടെ K20 Pro 4,500 രൂപയ്ക്ക് ലാഭമാണേ. ഡിസ്പ്ലേ മാറിയിട്ടില്ല. പോളീസ് സാധനം. ഓക്കെ അല്ലെ? നമുക്ക് ഇതേപോലെ കുറഞ്ഞ റേറ്റിന് ഒരു സ്മാർട്ട് ഫോണിൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ തരും അല്ലെ? അല്ല കുറെ നാളെ ഫോണുകളെ സത്യം പറഞ്ഞാൽ കിട്ടാനില്ല. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാനുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല അത്യാവശ്യം. പിന്നെ ഇതിലുപരി കണ്ടീഷൻ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് സെറ്റുകൾ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. അതിനനുസരിച്ച് സെറ്റുകൾ നമ്മൾ എടുത്തുതരാം. ഒന്നും കുഴപ്പമൊന്നുമില്ല. ഏത് മോഡലാണെന്ന് പറഞ്ഞാൽ റിയൽമിയുടെ ഈ ഒരു സെറ്റ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടല്ലേ, പൊട്ടലുണ്ട്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയ ഒരു സെറ്റാണ് ഇത്. ഡിസ്പ്ലേ ഗ്ലാസ് മാറാനായിട്ട് ഏകദേശം ഒരു 800 രൂപ നിങ്ങൾ മുടക്കേണ്ടി വരും. കണ്ടീഷൻ ഇതാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാം. ഈ കണ്ടീഷനിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എത്ര രൂപയ്ക്ക് കൊടുക്കും? ഇത് 2,000 രൂപയ്ക്ക് ഗൈസ്. ഈ സെറ്റ് 2,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ വീഡിയോ ഒരു പീസേ ഉള്ളൂ കേട്ടോ. 2,000 എന്ന് പറഞ്ഞ് ചാടികൾ ഒരുപാട് വിളിച്ചത്. ഇതേ കണ്ടീഷൻ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇതേ കണ്ടീഷൻ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. സ്ക്രീൻ കാർഡ് കുഴപ്പമൊന്നുമില്ല. സ്ക്രീൻ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹം തീർക്കാം. പഠിക്കുന്നവർക്ക് വാച്ച് ഉപയോഗിക്കാം. ഇത് ഡപ്പ സെറ്റ് ഒന്നല്ല, എല്ലാം പുതിയ മോഡലാണ്. ഇതൊക്കെ നോച്ച് ഡിസ്പ്ലേ വരുന്ന സെറ്റുകളല്ലേ. അതുപോലെ തന്നെ 4Gയുടെ ഗെയിമൊക്കെ കളിക്കാൻ പറ്റും അത്യാവശ്യം. ഐഫോണും ഒറ്റ പീസേ ഉള്ളൂ. 5-6 പീസ് ഒന്നും എടുത്ത് തരാനായിട്ട് ഇല്ല. ഒറ്റ പീസേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ 3,500 പറഞ്ഞത്. 7 ഒറ്റ പീസേ ഉള്ളൂ. ഒറ്റ പീസ് ഐഫോണേ ഉള്ളൂ. ആദ്യം ആവശ്യപ്പെട്ട് വിളിക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കും. രണ്ടാമത് വിളിക്കുന്ന ആൾക്ക് നമ്മൾ താഴെ സ്റ്റോക്ക് ഇല്ല തീർത്തെന്ന് പറയും. ഓക്കെ, നമ്മളെ തെറ്റില്ല, നമ്മളെ വീഡിയോയുടെ തെറ്റുമല്ല, നമ്മളെ ഷോപ്പിൽ അതേ ഉള്ളൂ. അതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും ഉണ്ടോ സ്പെഷ്യൽ എടുത്ത് കാണിക്കേണ്ട? ഈ ഒരു സെറ്റ് ഏറ്റവും കുറഞ്ഞ 2,000 രൂപ അല്ലേ? അപ്പൊ 2,000 രൂപയ്ക്ക് ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ. ഇത് വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം അപ്ഡേഷൻ ഉള്ളതാണ്. ഇപ്പം പുതിയ മോഡൽ സെറ്റുകളിലൊക്കെ എടുക്കുന്നവർ സൂക്ഷിച്ചോളണം. J2 അങ്ങനത്തെ സീരീസിലൊക്കെ യൂട്യൂബ് പോയി സാധനത്തിൽ. ഇപ്പം വരുന്ന പഴയ അപ്ഡേഷനിലെല്ലാം യൂട്യൂബ് അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നോക്കിയും കണ്ട് വേണം സെറ്റുകൾ എടുക്കാൻ വേണ്ടി. ഓക്കെ.
ബോക്സ് പീസുകളൊക്കെ ആവശ്യമുള്ളവർ വിളിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും മോഡലൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. അവർക്ക് ആവശ്യമുള്ള ഫോണുകൾ നമ്മൾ എടുത്തു കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ നമ്മൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മളടുത്ത് വിളിക്കുമ്പോൾ നമ്മുടെ ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ അവർ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇവിടെ വന്ന് മേടിച്ചവർക്കൊക്കെ അറിയാം. അത്യാവശ്യം ഇവിടെ സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് തീരെ കുറഞ്ഞ ഫോണുകളൊന്നും ചോദ്യം സത്യം പറഞ്ഞാൽ കൂടിയ റാം കൂടിയ സ്റ്റോറേജ് കൂടിയ സെറ്റുകളാണ് ഞാൻ പിന്നെ അവരെ ആ റേറ്റിന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത്രയും ദൂരത്ത് നമ്മളെ വിശ്വസിച്ച് വരുന്നവർക്ക് വന്നവരാരും നിരാശയോടെ നമ്മളെ വിശ്വസിച്ച് ട്രെയിൻ കയറി വന്നവരുണ്ട്, ബസ് കയറി വന്നവരുണ്ട്, സൈക്കിൾ ഓടിച്ച് വന്ന പയ്യന്മാരും. വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇപ്പോഴും ആ സെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. എന്നാലും അവരെ നമ്മൾ നിരാശയാക്കി ഒരിക്കലും മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആവശ്യക്കാർ ഏത് മോഡലായിരുന്നാലും വിളിച്ച് പറയുക എന്താണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള സെറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്യും, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ ഇരിക്കുന്ന കണ്ടീഷൻ ഈ സ്മാർട്ട് പിന്നെ ടാബ് ആവശ്യമുള്ളവർ വിളിച്ചു കേട്ടാ. ഞാനിത് 1700 രൂപ ചെയ്ത സാധനമാണ്, നിങ്ങൾക്ക് 1200 രൂപയ്ക്ക് തരും. 2 ടാബ് ഉണ്ട്, 2 വേണമെങ്കിൽ 2 തരും. ന്യൂ ഇയർ ഓഫർ. അതുകൊണ്ടാണ് കൊറിയയോ അങ്ങനത്തെ റീഫബിൾ അങ്ങനത്തെ ഒന്നുമല്ല, ഒറിജിനൽ പീസ് ആണ്. ഡിസ്പ്ലേ അങ്ങനെ 1200 രൂപയ്ക്ക്. ഗൈസ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ കൂട്ടുകാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല സ്മാർട്ട് ഫോണിലും നല്ല ഐഫോണിലും കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. കൂടുതൽ ഐഫോൺ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കുറച്ചുകൂടെ സ്മാർട്ട് ഫോൺ ഐഫോൺ ഒക്കെ വന്ന വീഡിയോ ആയിട്ട് നമ്മൾ വരും. ബൈ.